നമസ്കാരം. യെറ്റ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്, ബട്ട് ഇറ്റ് ഇസ് ഇൻ ഡീറ്റെയിൽ ടു ആയുർവേദ. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോഡി ടൈപ്സിനെ കുറിച്ചിട്ടാണ്. യെസ്, എനിക്കറിയാം ഓൾമോസ്റ്റ് എവറിബഡി വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ആയുർവേദിക് ബോഡി ടൈപ്സ് ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ നിങ്ങൾ എപ്പോഴെങ്കിലും വണ്ടർ അടിച്ചിട്ടുണ്ടോ? ചില ആൾക്കാർ ചില സിറ്റുവേഷനിൽ വളരെ സ്ട്രോങ്ങും ബോൾഡും ആയിട്ടിരിക്കുന്നു, ചില ആൾക്കാർ ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടിരിക്കുന്നു, ചില ആൾക്കാർ അതേ സിറ്റുവേഷൻ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അതുപോലെ തന്നെ ചില ആൾക്കാർ ഫുൾ ടൈം എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇത് ജസ്റ്റ് നിങ്ങളുടെ മൂഡ് മാത്രമല്ല, ഇതാണ് ആയുർവേദപരമായി പറയുമ്പോൾ വാത പിത്ത ആൻഡ് കഫ പ്രകൃതി. ദിസ് പ്രകൃതി ഡിഫൈൻസ് ഹു യു ആർ. ഇതെന്ന് പറയുന്നത് നമ്മളെ ജന്മന, നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് ഫോം ചെയ്യുന്ന ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു യുണീക്ക് ബ്ലൂ പ്രിന്റ് എന്നൊക്കെ പറയാം. അത് ലൈഫ് ലോങ് സ്റ്റേബിൾ ആയിരിക്കും. നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ, നിങ്ങളെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ നേച്ചറിനെയും ഡിഫൈൻ ചെയ്യുന്നതും ഈ പ്രകൃതിയാണ്. ആസ് എൻ ആയുർവേദ ഡോക്ടർ, നമ്മളുടെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിലും, നമ്മളുടെ ഇമോഷൻസിൽ നോക്കുകയാണെങ്കിലും, നമ്മുടെ റിലേഷൻഷിപ്സിൽ നോക്കുകയാണെങ്കിലും ഒക്കെ ഈ ബോഡി ടൈപ്പ് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അതുപോലെ ടുഡേ വി ആർ ഗോയിങ് ടു നോ ഹു യു റിയലി ആർ ദി ആയുർവേദിക് വേ. വിതൗട്ട് മച്ച് ഡിലേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ വാട്ട് ഈസ് പ്രകൃതി? നമ്മൾ എല്ലാവരും ഒരു യുണീക് കോമ്പിനേഷൻ ഓഫ് എനർജി വഴിയാണ് ഉണ്ടാകുന്നത്. പഞ്ചമഹാഭൂതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ആയുർവേദത്തില്. ലൈക്ക് വി ആർ ഓൾ മെയ്ഡ് അപ്പ് ഓഫ് 5 മെയിൻ എലമെന്റ്സ്: ഫയർ, വാട്ടർ, എർത്ത്, സ്പേസ് ആൻഡ് എയർ. സോ ഈ എനർജീസിന്റെ കോമ്പിനേഷനിലാണ് നമ്മളുടെ ത്രിദോഷങ്ങളായ വാത പിത്ത ആൻഡ് കഫ ഉണ്ടാകുന്നത്. ഈ ഒരു കോമ്പിനേഷൻ വഴി തന്നെയാണ് നമ്മൾക്കും ഒരു ബോഡി ടൈപ്പ് നമ്മൾ ജനിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ഈ ബോഡി ടൈപ്പാണ് നമ്മൾ എങ്ങനെ ഫങ്ഷൻ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് തീരുമാനമെടുക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ഇമോഷണൽ റിയാക്ഷൻസ്, നമ്മളുടെ ഫീലിങ്സ്, പിന്നെ നമ്മൾ എങ്ങനെ സ്ട്രെസ്സിനോട് റിയാക്ട് ചെയ്യുന്നു, ഇതെല്ലാം നിർണ്ണയിക്കുന്നത് ഈ ബോഡി ടൈപ്പ് തന്നെയാണ്. സോ ഈ 3 ബോഡി ടൈപ്പിലെയും ആദ്യത്തെ ബോഡി ടൈപ്പായ വാത ബോഡി ടൈപ്പിനെ നമുക്ക് എടുക്കാം. വാതം എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളൊരു എയർ ആയിട്ട് സങ്കല്പിക്കുക. എയറും സ്പേസും കൂടി ചേർന്നതാണ് ഈ ബോഡി ടൈപ്പ്. എയർ എന്ന് പറയുന്നത് എപ്പോഴും മൂവ്മെന്റ് ഉള്ളതാണ്. അത് തന്നെയാണ് ഇത്തരക്കാരുടെ ഹൈലൈറ്റും. ദേ ആർ ഓൾവേസ് മൂവിങ്, ദേ ആർ എവ്രിവെയർ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ളതും എനർജറ്റിക്കും ആയിട്ടുള്ള ആൾക്കാരാണ് ഈ വാത ബോഡി ടൈപ്പ് ഉള്ള ആൾക്കാർ. ഫുൾ ഓഫ് ഐഡിയ ആണ് ഇവർക്ക്. മൂവ്മെന്റ് ആണ് ഇവരുടെ ഹൈലൈറ്റ്. എപ്പോഴും എന്തെങ്കിലും ഒരു മൂവ്മെന്റിലായിരിക്കും അവരെപ്പോഴും. വെറുതെ നിൽക്കുമ്പോഴായാലും ജസ്റ്റ് കാല് ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല സ്പീഡിൽ നടക്കുന്ന ആൾക്കാരും കൂടിയാട്ടോ ഇവര്. അപ്പൊ ഒരു മൂവ്മെന്റ് എപ്പോഴും ബോഡിയിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. എപ്പോഴും എന്തെങ്കിലും പുതിയത് ആലോചിച്ചുകൊണ്ടിരിക്കും. അത്രയും ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ള ആൾക്കാർ തന്നെയാട്ടോ. സോ അവർക്കൊരു നമ്മളൊരു റൂട്ടീൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് റൂട്ടീൻസ് ഒന്നും ഇഷ്ടമല്ല. അവർക്ക് എപ്പോഴും ചേഞ്ച് ആണ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. ചില ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടില്ലേ, വീട്ടിലെപ്പോഴും ബെഡും മേശയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊരു 1 വീക്കിന് ശേഷം അവർക്ക് അതിനെ ഒന്ന് റീലൊക്കേറ്റ് ചെയ്യാനും അതൊന്ന് മാറ്റി വെക്കാനും പിന്നെ അതിലൊരു ചേഞ്ച് കൊണ്ടുവരാനുള്ള തോട്ടായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഇത്രക്കാര് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വല്ലാതെ പാടുപെടും. അവര് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തിൻ ബോഡി ഫ്രെയിം ആയിരിക്കും അവർക്ക് ജന്മനാ ഉണ്ടാവുക. അവർ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യില്ല. പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കും അവര്. പക്ഷെ അത് പെട്ടെന്ന് മറന്നും പോകും. ഇത്രക്കാര് ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും കേട്ടോ. പിന്നെ ഹൈലി ഇൻഡിസിസീവ് ആയിരിക്കും. ഒരു ഡിസിഷൻ എടുക്കാൻ ഇവര് പെടാ പാടുപെടും. നമ്മളിപ്പോ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ തന്നെയും അവിടുന്ന് ഒരു ഡ്രസ്സ് എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ പോലും ഇത്രക്കാര് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത് കാണാം. ഇവര് പൊതുവെ റെസ്റ്റ്ലെസ് ആണ്. പിന്നെ അതുമാതിരി ഇൻട്രസ്റ്റ് അവർക്ക് പെട്ടെന്ന് ലോസ് ആവും. എന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ അവർക്ക് ഒരു റുട്ടീനായിട്ട് നമുക്ക് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ റിലേഷൻഷിപ്സിലേക്ക് വരുമ്പോഴും ദേ ലൂസ് ഇൻട്രസ്റ്റ് ഈസിലി ബിക്കോസ് ദേ ഓൾവേസ് ഗോ ഫോർ ചേഞ്ച്. ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ കൂടുതൽ ഈ അഡിക്ഷൻസിലേക്കൊക്കെ ഡ്രൈവ് ചെയ്ത് പോവാൻ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അഡിക്ഷൻ ഹാബിറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനും സാധ്യത കൂടുതലുള്ള ബോഡി ടൈപ്സ് ആണ് ഈ വാതപ്രകൃതിക്കാര്. നമ്മൾ ഫിസിക്കലി ബോഡിയിലേക്ക് നോക്കുകയാണെങ്കിൽ തിൻ ഫ്രെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ, ഡ്രൈ ഹെയർ ആൻഡ് ഇന്റേർണലി ഡ്രൈ ആയിട്ടുള്ള കൊളോൺ. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ പോലത്തെ വിഷയങ്ങൾ ഇവർക്ക് എപ്പോഴും ഉണ്ടാവുന്നതുമാണ്. ഫാസ്റ്റ് തിങ്കേഴ്സ് ആണ്, നല്ല ഇമാജിനേറ്റീവ് പവർ ഉള്ള ആൾക്കാരാണ്. ആൻഡ് അവർ പെട്ടെന്ന് നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യാനും പറ്റും.
ഉറക്കം ഭയങ്കര ലൈറ്റ് ആയിരിക്കും. ചെറിയൊരു സൗണ്ട് കേട്ടാൽ തന്നെ പെട്ടെന്ന് ഞെട്ടി എണീക്കും. അതുപോലെ ഹാൻഡും ഫീറ്റും ഒക്കെ എപ്പോഴും കോൾഡ് ആയിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചേഞ്ച് ആണ് ഇവരുടെ മെയിൻ. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ തന്നെയായിരിക്കും ഈ വാത ബോഡി ടൈപ്സ്. ഈ വാതദോഷം തന്നെ ഔട്ട് ഓഫ് ബാലൻസിൽ പോവുകയാണെങ്കിൽ വളരെയധികം ആൻസൈറ്റി വരാനും റെസ്റ്റ്ലെസ്നെസ് തോന്നാനും പിന്നെ അതുപോലെ പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകാനും ഉറക്കമില്ലായ്മയിലേക്ക് വരെ നയിക്കാനും ഈ ബോഡി ടൈപ്പുകാർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. കേട്ടിട്ട് നിങ്ങളെ പോലെ തോന്നുന്നുണ്ടോ? എങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ടിപ്പ് പറഞ്ഞുതരാം. റൂട്ടീനാണ് നിങ്ങളുടെ മരുന്ന്. ഒരു റൂട്ടീൻ എന്തായാലും ലൈഫിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. റെഗുലർ ആയിട്ട് മീല് കഴിക്കുക, വാം ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ചൂസ് ചെയ്യുക, റെഗുലർ ആയിട്ട് ഓയിൽ മസാജ് ചെയ്യുക, പിന്നെ കാം ആൻഡ് ഗ്രൗണ്ടിങ് ആയിട്ടുള്ള യോഗ എക്സസൈസുകളും മെഡിറ്റേഷൻസും പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങളെ ഗ്രൗണ്ടഡ് ആക്കി നിർത്താൻ വേണ്ടി സഹായിക്കും. കാരണം വാദം, എയർ എന്ന് പറയുന്നത് ഡ്രൈ ആൻഡ് കോൾഡ് ഫീച്ചേഴ്സ് ആണ് അല്ലെ? പ്രകൃതിയിൽ നമ്മളെ കാറ്റിനെ നോക്കൂ, ഡ്രൈ ആയിരിക്കും, കോൾഡ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് അതിനുള്ളത്. സോ അതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓയിലി ആയിട്ടുള്ളതും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ബോഡി ടൈപ്പ്, നത്തിങ് ബട്ട് പിത്ത ബോഡി ടൈപ്സ്. ഫയറും വാട്ടറും കൂടി ചേർന്നിട്ടാണ് ഈ ബോഡി ടൈപ്പ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പൊതുവെയുള്ള നേച്ചർ എന്തൊക്കെയാ നോക്കാം. പിത്തം എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മെറ്റബോളിസം ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്തരക്കാര് നാച്ചുറലി ലീഡേഴ്സ് ആയിരിക്കും. ദേ ആർ ദ തിങ്കേഴ്സ് ആൻഡ് ദ ഡൂവേഴ്സ്. ഫോക്കസും ഡിറ്റർമിനേഷനും ആണ് ഇവരുടെ മെയിൻ. നല്ല ദേഷ്യക്കാരാണ്. എന്തെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്ത് ഡിറ്റർമൈൻഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരത് നേടിയെടുത്തിരിക്കും. ഒരു മീഡിയം ബിൽട്ടും ഒരു വാം ബോഡി ടെമ്പറേച്ചർ ആയിരിക്കും എപ്പോഴും അവർക്ക് ഉണ്ടാവുക. ദേ ഹാവ് സെൻസിറ്റീവ് സ്കിൻ ആൻഡ് പെട്ടെന്ന് ഒരു പിങ്കിഷ് റെഡിഷ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് പൊതുവെ ഉണ്ടാവുക. അൺലൈക്ക് വാദ ബോഡി ടൈപ്സ്, ചിലപ്പോൾ ചില ദിവസം നല്ല വിശപ്പുണ്ടാവും, ചില ദിവസം വിശപ്പേ ഉണ്ടാവില്ല. ബട്ട് അൺലൈക്ക് ദം, പിത്ത ബോഡി ടൈപ്പിന് നല്ല സ്ട്രോങ് അപ്പറ്റൈറ്റും നല്ല സ്ട്രോങ് ഡൈജഷനും ഉണ്ടാവും. വാദ ബോഡി ടൈപ്പിന് എങ്ങനെയാണോ കോൾഡ് ഇഷ്ടമില്ലാത്തത്, അതുപോലെ തന്നെയാണ് പിത്ത ബോഡി ടൈപ്പിന് ഹോട്ട് ക്ലൈമറ്റ് അല്ലെങ്കിൽ ഹീറ്റ് തീരെ സഹിക്കാൻ പറ്റില്ല. ആൻഡ് ദേ ഡു സ്വെറ്റ് ഈസിലി. പൊതുവെ ഇത്തരക്കാര് പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. സ്കിൻ റാഷസ് ഒക്കെ ഇംബാലൻസ് സ്റ്റേറ്റിൽ കൂടുതൽ കണ്ടുവരാറുണ്ട് ഇത്തരക്കാർക്ക്. ഭക്ഷണം സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുകയും ദേഷ്യം വരുന്നയും ആൾക്കാരായിരിക്കും ഇത്തരക്കാര്. സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും ഇത്തരക്കാർക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇംബാലൻസ് സ്റ്റേറ്റിൽ അത് അസിഡിറ്റിയിലേക്ക് നയിക്കാറുമുണ്ട്. മെന്റൽ സ്റ്റേറ്റ് നോക്കുമ്പം ഭയങ്കര കറേജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഫിയർലെസ് എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഹൈലി ഇന്റലിജന്റും ആണ്, നാച്ചുറലി ലീഡർ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരുമാണ്. അവർ വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും, ഭയങ്കര കറേജിയസും ആയിരിക്കും, ഗോ ഗെറ്റേഴ്സ് ആണ് അവര്. സോ അവർ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവരത് ഡിറ്റർമൈൻഡ് ആക്കി നേടിയെടുക്കുകയും ചെയ്യും. ബട്ട് ഇംബാലൻസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി ഇഷ്യൂസിലേക്കും അസിഡിറ്റി പ്രോണം സ്കിൻ കണ്ടീഷൻസിലേക്കൊക്കെ ഇത്തരക്കാര് പോയേക്കാം. ഇത്തരക്കാരോട് സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് അവരുടെ സ്പീച്ച് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് ഫീൽ ചെയ്യും. ബിക്കോസ് ദേ ആർ നാച്ചുറൽ ലീഡേഴ്സ് ടു. ഇവരുടെ ഡൈജഷനും ഇവരുടെ ഉറക്കമൊക്കെ നല്ല അടിപൊളിയായിരിക്കും. നല്ല ഷോർട്ട് ടെമ്പർ ഉള്ളതുകൊണ്ട് തന്നെ അഗ്രസീവായിട്ട് മാറാനും ഇവർക്ക് പെട്ടെന്ന് പറ്റും. ദേഹം മൊത്തം ചെറിയ ചെറിയ മോൾസും പിന്നെ പെട്ടെന്ന് തന്നെ ഗ്രേ ഹെയർ, യങ് ഏജിലെ പ്രിമേച്ചർ ഗ്രേയിങ് ഓഫ് ഹെയർ, ഇതും കണ്ടുവരാറുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളെ പോലെ തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ള ലൈഫ് സ്റ്റൈൽ ടിപ്പാണ് കൂൾനെസ് ഇസ് ദ കീ. തണുപ്പ് കൊണ്ടുവരിക. നിങ്ങളുടെ ബോഡി നാച്ചുറലി വാം ആണ്, നിങ്ങളുടെ സ്കിന്നിലും ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ആണുള്ളത്. സോ കൂൾനെസ് ഇസ് ദ കീ. നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ളതാവട്ടെ, ക്ലൈമാറ്റിക് ആയിട്ടുള്ളതാവട്ടെ, നിങ്ങളുടെ ഫുഡിലാവട്ടെ, എക്സസ് ആയിട്ടുള്ള ചൂട് ഉള്ള ഒരു കാര്യവും ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. കൂളിംഗ് ആയിട്ടുള്ള ഡയറ്റ്, അതുപോലെ തന്നെ റിലാക്സേഷൻ, അതുപോലെ കമ്പാഷൻ, ഇതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഫയറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഇസ് സ്റ്റെബിലിറ്റി, സ്ട്രെങ്ത് ആൻഡ് എൻഡുറൻസ്. ഇത് മൂന്നുമുള്ള കാം ആൻഡ് നർച്ചറിംഗ് ആയിട്ടുള്ള ആ ബോഡി ടൈപ്പ് വിച്ച് ഇസ് കഫ ബോഡി ടൈപ്പ്. ഇതിലെ എർത്ത് ആൻഡ് വാട്ടർ എലിമെന്റ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ഈ കഫ ബോഡി ടൈപ്സ്. ഇനി ഇവരുടെ ഫിസിക്കൽ ട്രേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നല്ല വെൽ ബിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ആൻഡ് ഓയിലി ആയിട്ടുള്ള സ്കിൻ ആൻഡ് ഹെയർ ആണ് ഇവർക്ക് ഉണ്ടാവുക. ദേ ഹാവ് എ സ്റ്റഡി അപ്പറ്റൈറ്റ്. അവരുടെ വിശപ്പ് സ്റ്റഡി ആയിരിക്കും, ലൈക്ക് അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു അപ്പറ്റൈറ്റ് അല്ല ഇവർക്ക് ഉണ്ടാവുക. ദേ കൻ ഓൾസോ ഫാസ്റ്റ് ഫോർ എ ലോnger ടൈം. ദേ യൂഷ്വലി ഹാവ് എ വെരി സ്ലോ മെറ്റബോളിസം. നല്ല സ്ട്രോങ് ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. പച്ചവെള്ളം കുടിച്ചാൽ പോലും തടിക്കെന്ന് പറയുന്ന കൂട്ടരാണ് ഇവര്. ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരാണെങ്കിൽ നല്ല ഉറക്കം കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവര് പെട്ടെന്ന് വെയിറ്റ് ഗെയിനിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. മെന്റൽ ആൻഡ് ഇമോഷണൽ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ വളരെ കാം ആയിട്ടുള്ളതും വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ലോയൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവര്. സോ ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ഇവർ ബെസ്റ്റ് പാർട്ട്നേഴ്സ് തന്നെയാണ്. ദേ യൂഷ്വലി ബ്രിങ് പീസ്
വിത്ത് എവ്രി വൺ. ഒരു ഇംബാലൻസ്ഡ് സ്റ്റേറ്റിൽ ലേസിയും കുറച്ച് പൊസസീവും ആവാനുള്ള സാധ്യത ഇത്തരക്കാർക്കുണ്ട്. അൺലൈക്ക് ദ വാദ ടൈപ്പ്, ഇവർക്ക് ചേഞ്ച് അത്ര ഇഷ്ടമല്ല. ദേ ലവ്സ് റൂട്ടീൻ. വളരെ ലോയലും വളരെ കാമും പെട്ടെന്ന് തന്നെ ഫോഗീവ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവര്. ഇവർക്ക് നല്ല ലോങ് ടേം മെമ്മറി ഉണ്ട്. പക്ഷെ പയ്യെ മാത്രമേ ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിലോട്ട് എടുക്കുള്ളൂ. സ്ലോ ഡൈജഷൻ ആണ്. അതുപോലെ തന്നെ മ്യൂക്കസ് ബിൽഡപ്പ് പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. സൈനസ് ഇഷ്യൂ, അലർജി ഇഷ്യൂസ് ഒക്കെ ഇവർക്ക് കൂടുതൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ബോഡിയിലെ വാട്ടർ റിറ്റൻഷൻ കൂടുതലായിട്ടും ഇവർക്ക് തന്നെയാണ് കാണുന്നത്. ദോഷ ബാലൻസ്ഡ് അല്ലെങ്കിൽ ലേസിയും അൺമോട്ടിവേറ്റഡും ഡിപ്രസ്ഡും ഒക്കെ ആവാനുള്ള സാധ്യത ഇത്തരക്കാർക്കുണ്ട്. കേട്ടിട്ട് നിങ്ങളെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ലൈഫ് സ്റ്റൈൽ ടിപ്പ് പറഞ്ഞുതരാം. റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, മൂവ്മെന്റ് ആണ് നിങ്ങളുടെ മെഡിസിൻ. നിങ്ങളുടെ റൂട്ടീനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. വാം ആയിട്ടുള്ളതും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇൻകോപ്പറേറ്റ് ചെയ്യുക. ഈ 3 ബോഡി ടൈപ്സ് കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഒരിക്കലും ഒരു ഇൻഡിവിജ്വലും ഒരു സിംഗിൾ ബോഡി ടൈപ്പ് ആയിട്ട് ഉണ്ടാവില്ല. ഇറ്റ് ഇസ് വെരി റെയർ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ 3 ബോഡി ടൈപ്പും ഒരാളിൽ കാണുന്നതും. അതും വളരെ റെയർ ആണ്. മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നതാണ് 2 ബോഡി ടൈപ്സ്. ലൈക്ക് കോമ്പിനേഷൻ വരുന്ന ബോഡി ടൈപ്സ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത്. ഐദർ വാതപിത്ത ഓർ പിത്തവാത ഓർ വാതകഫ ഓർ പിത്തകഫ. ഇങ്ങനെ കോമ്പിനേഷനിലാണ് ഓരോ വ്യക്തിയും ഉണ്ടാവുക. സോ അതിൽ പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഏത് ദോഷത്തിന്റെ ക്വാളിറ്റീസ് ആണോ അതാണ് നിങ്ങളുടെ നേച്ചറിൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ ഇമോഷണൽ തിങ്കിങ്ങിലും എല്ലാത്തിലും വരുന്നത്. ഇപ്പോഴത്തെ കാലത്തൊക്കെ ചില ആൾക്കാരെങ്കിലും ഒരാളുടെ ബോഡി ടൈപ്പ് മനസ്സിലാക്കാതെയും അയാളുടെ അസുഖങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെയൊക്കെ റാൻഡം ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ്സ് പറയാറുണ്ട്, ബോഡി ഷെയിം ചെയ്യാറുണ്ട്, ഇൻസൾട്ട് ചെയ്യാറുണ്ട്. അത്തരക്കാർക്ക് കൂടിയിട്ടുള്ളതാട്ടോ ഈ വീഡിയോ. കാരണം നമ്മൾ മനസ്സിലാക്കണം, എവറി ഇൻഡിവിജ്വൽ ഇസ് യുണീക്ക്. ഒരു ബോഡി ടൈപ്പും ഗുഡ് അല്ലെങ്കിൽ ബാഡ് എന്നില്ല കേട്ടോ. എല്ലാ ബോഡി ടൈപ്പിനും അതിൻ്റെതായ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ട്. ആയുർവേദം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ മാറുമ്പോഴല്ല, നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനോടൊപ്പം ചേർന്ന് അതിന് ഹാർമോണിയസ് ആയിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഹെൽത്തി ആവുന്നത്. നമ്മൾ നമ്മളെ ബോഡി ടൈപ്പ് മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ യു അൺലോക്ക് ദ സീക്രട്ട് ടു ബാലൻസ്ഡ് ഡൈജഷൻ, സ്റ്റേബിൾ ഇമോഷൻ ആൻഡ് ലാസ്റ്റിംഗ് വെൽബീയിങ്. ഇന്ന് മുതൽ സ്റ്റാർട്ട് ഒബ്സർവിംഗ് അതേഴ്സ് ഇൻ ആയുർവേദിക് വേ. How they get angry at some situation, how they are calm and composed, how they are full of energy always. ഇത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഈസി ടു ബ്രിങ് എ ഡിഫറെന്റ് ലൈഫ് സ്റ്റൈൽ. ഒരു ഡിഫറെന്റ് റൂട്ടീൻ കൊണ്ടുവരാനൊക്കെ നിങ്ങളെ ഇത് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വിച്ച് ബോഡി ടൈപ്പ് ഡു യു തിങ്ക് യു ആർ? ടെൽ മീ ഇൻ ദ കോമെന്റ്സ്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക് ആയിട്ട് വരാം. Till then, it's me, Dr. Namika, signing off with a gentle reminder, health is the only wealth that stays for a lifetime. Thank you. Bye. Thank you for watching. Subscribe for more health videos.